സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയില് വന്നത് തന്നെ എന്റെ ഒരു ഭാഗ്യാണ്. കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്. ഈ മാധവൻ കുട്ടിക്ക് ഒരൊറ്റ പേരുണ്ടല്ലോ. ഞാൻ കമൽ സാറിന്റെ നമ്മളെന്ന ഫിലിമിലൂടെ ആദ്യമായിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത് സജ്ന സൈമൺ, അനുകരണ കലയിലെ മിന്നും താരം. ശബ്ദാനുകരണ കലയിൽ പൊതുവെ സ്ത്രീ സാന്നിധ്യം കുറവാണ്. അനുകരിക്കുന്നവരും അനുകരിക്കപ്പെടുന്നവരും കുറവാണ്. ഈ രംഗത്താണ് സജ്ന സൈമൺ തന്റെ കലാവൈഭവം കൊണ്ട് വ്യത്യസ്തയാകുന്നത്. അപ്പനെ തല്ലിയതും ഓട്ടർഷ ഇടിച്ചിട്ടതൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷെ കുടിക്കണ വെള്ളത്തിൽ തുപ്പിട്ടത് അത് ഞാൻ ക്ഷമിക്കില്ല. ഒരു ഇരുട്ടടിക്കത്ര നിങ്ങളുടെ റേറ്റ്? കാശൊക്കെ ഞാൻ ഇറക്കിക്കോളാം. ഞാൻ ആ പുഞ്ചിരി ബസ്സിലെ സുല്ലാട്ട് ഇഷ്ടത്തിലാ. നാളെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കാ. പോയില്ലെങ്കിൽ ചത്ത് കളയെന്ന് പറയണ്ട, അല്ലെങ്കിൽ പോണ്ടായിരുന്നു. ഇയാളെ കല്യാണം കഴിക്കത്തോണ്ട് ഇയാൾക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ. ഓട്ടർഷ ഒന്നും കഴുകണോട്ടോ, പാവം. എന്റെ അപ്പൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോട്ടെ. ആലുവ സെന്റ് ആന്റണീസ് കോളേജിലെ BA 2ാം വർഷ വിദ്യാർത്ഥിനിയായ സജ്ന തന്റെ SSLC പഠനകാലത്താണ് മിമിക്രി രംഗത്തേക്ക് ചുവടുവെച്ചത്. അതിന് കാരണക്കാരനായതാകട്ടെ ചേട്ടൻ സാജനും. സത്യത്തിൽ ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്കാണെങ്കിൽ 4 പെൺമക്കളാ. അതിൽ മൂത്ത മോളെ കെട്ടിച്ചു. ആകെയുള്ളത് 3 മക്കളാ. കെട്ടിക്കണം. സാധാരണ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മിമിക്രി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാസറ്റും പ്രോഗ്രാമുകളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂടുതലായിട്ട് ഭാവന്റെ സൗണ്ട് ചെയ്തു തുടങ്ങിയോളൂ. അങ്ങനെ ഭാവന്റെ സൗണ്ട് കൂടുതലായിട്ട് വന്നു. പിന്നെ അതിനുശേഷം പയ്യെ കാവ്യമാധവൻ, സോന നായർ, അങ്ങനെ കുറച്ച് നടിമാരൊക്കെ ശബ്ദാനുകരണമൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഭാവനയിൽ തുടങ്ങി ഇപ്പോൾ കാവ്യമാധവൻ, രഞ്ജിനി ഹരിദാസ്, സോന നായർ, അടൂർ ഭവാനി, മമത മോഹൻദാസ്, നവ്യ നായർ തുടങ്ങി മലയാള സിനിമയിലെ ശ്രദ്ധേയരായ സ്ത്രീ സാന്നിധ്യങ്ങളെ ഈ കൊച്ചുപിടുക്കി തനിമയോടെ അനുകരിക്കും. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യനാണ് കേട്ടോ. അതിൽ യാതൊരു മാറ്റമില്ല. എല്ലാവർക്കും നല്ലത് തന്നെ വരണമെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സീസൺ 6 ഇപ്പോ നമ്മൾ കേട്ടത് സുകേഷ് കുട്ടന്റെ പാട്ടായിരുന്നു. എടാ സുന്ദര, ഇതേപോലത്തെ സാരി രാധാമണിക്ക് മേടിച്ചു കൊടുക്കടാ. പൊട്ട വണ്ടി കൊണ്ടുവെക്കളാ. എന്റെ കാലം പോയി. ഇനി ആ രാധാമണി മുഖത്ത് എങ്ങനെ നോക്കും? എന്ത് പറഞ്ഞാലും ഒരു കള്ളച്ചിരി നോട്ടോ. പാചകക്കാരനാണല്ലേ ഇയാള്. കലവറയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥൻ ആകാൻ നോക്കണ്ട. പൊട്ടി ദേഹണ്ടക്കാരൻ. മിമിക്രി മാത്രമല്ല, സംഗീതവും നൃത്തവും വഴങ്ങും സജ്നയ്ക്ക്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിലും കലയുടെ കാര്യത്തിൽ സജ്നയുടെ കുടുംബം സമ്പന്നമാണ്. കലാകാരനായ അച്ഛൻ സൈമണും ചേട്ടൻ സാജനും സജ്നയുടെ വളർച്ചയിൽ ഒപ്പം തന്നെയുണ്ട്. പണ്ടൊക്കെ ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. പിന്നെ മിമിക്രിയിലോട്ട് എനിക്ക് ഞാൻ എപ്പോഴും TV ഒക്കെ കാണുമ്പോ ഓർക്കും അങ്ങനെയൊക്കെ ഒന്ന് അനുകരിച്ചെങ്കില. പെണ്ണുങ്ങളെ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ എടുത്തു. എന്റെ ചേട്ടനാണ് ഭാവനനെ ഞാൻ ആദ്യമായിട്ട് എടുത്തപ്പോ പറഞ്ഞത്, നീ ആ സൗണ്ട് എടുക്ക്, ഭാവനയുടെ സൗണ്ട് എടുത്തു നോക്ക്, നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. തന്റെ ചേട്ടൻ കൂടി അംഗമായ കൊച്ചിൻ ഫ്ലൈയിങ് ബേർഡ്സ് എന്ന മിമിക്രി സംഘത്തിനൊപ്പമാണ് സജ്ന ഇന്ന് മിമിക്രി വേദികൾ പിന്നിടുന്നത്. മക്കൾ കേക്കണം, ഞാൻ മര്യാദക്ക് തൊഴിലുറപ്പിന് പോയേക്കരുത്. അപ്പോഴാണ് വടക്കല് ശാന്തന്റെ മമ്പട്ടി ഓടിച്ചളഞ്ഞ് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ എന്റെ പണി പോയി. പോട്ടെ, ഒരു ചാൻസ് തരോ സിനിമയിലൊക്കെ? ഞാൻ എന്തായിട്ട് അഭിനയിക്കും. ഒരു വലിയ സിനിമാ താരമായി മാറാൻ ആഗ്രഹിക്കുന്ന സജ്നയ്ക്ക് ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഞങ്ങളൊരു സാധാരണ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അങ്ങോട്ട് ഞാൻ സാധാരണ കൂലിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നാൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3-4 കൊല്ലം പോയി. പക്ഷെ ഞങ്ങളൊക്കെ ഒന്നും ആകില്ലെന്ന് എനിക്ക് മനസ്സിലായി സിനിമയിൽ. പക്ഷെ എൻ്റെ മനസ്സിലെ ഉള്ളിൽ ആഗ്രഹമാണത്, എൻ്റെ മോളെങ്കിലും ഒരു ചെറിയതായിട്ടെങ്കിലും ഒരു സിനിമയിൽ വരണം എന്നുള്ളത്. ഇപ്പോൾ കുറച്ചെങ്കിലും എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്. ഇനി എത്രത്തോളം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്.